ഞാനിന്നുള്ളത് തൃക്കരിപ്പൂർ ഈയക്കാട് എന്ന സ്ഥലത്താണ്. കല്യാണശേഷം ആദ്യം ചെക്കന്റെ വീട്ടിൽ നിന്നും പെണ്ണിന്റെ വീട്ടിലേക്ക് വിരുന്നു വരും. പിന്നെ പെണ്ണിന്റെ വീട്ടിൽ നിന്നും ചെക്കന്റെ വീട്ടിലേക്ക്. അങ്ങനെ ചെക്കന്റെ വീട്ടിലേക്ക് വിരുന്നു വന്നതാണ് ഇന്ന്. ഇതാണ് ചെക്കന്റെ വീട്. പെണ്ണ് എന്റെ മരുമകളാണ്. ഇനി വീടിന്റെ ഉള്ളിലേക്ക് പോവാം. ചെന്നപാടെ വെൽക്കം ഡ്രിങ്ക് കിട്ടി. പിന്നെ കുറച്ച് കുശലം. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. മൻകു എടുത്തിരുന്നു, അയച്ചത് മാറിപ്പോയി. പിന്നെ നേരെ ചായ കുടിക്കാനിരുന്നു. പഴം നിറത്തി പൊരിച്ചതു മുതൽ ബദാം നിറച്ചു പൊരിച്ച ഈത്തപ്പഴം, ചിപ്സ്, പിന്നെയും കുറെ ഉണ്ടായിരുന്നു. ചായ കുടിച്ചു. ഇനി ഊണും കഴിക്കണമെന്ന്. സമയമുണ്ട്. പുറത്തിറങ്ങി ഒരു നെല്ലിമരം ലക്ഷ്യം വെച്ചു. നെല്ലിക്കയുണ്ട്, നല്ല പുളി, നാടൻ തന്നെ. പിന്നെ അടുത്തുള്ള അമ്പലം കാണാനിറങ്ങി. ആദ്യം പോയത് ഈയക്കാട് ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്കാണ്. ഒരു പുരാതനമായ ക്ഷേത്രം. പണ്ടേതോ നമ്പൂതിരി കുടുംബത്തിൻ്റേതായിരുന്നു എന്നും പിന്നീട് നാട്ടുകാർക്ക് കൈമാറി എന്നുമാണ് അറിയാൻ പറ്റിയത്. 100-300 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നും അറിയാൻ പറ്റി. നിത്യപൂജയുള്ള അമ്പലമാണ്. ഞങ്ങൾ ചെന്നത് ഉച്ചയ്ക്കായതുകൊണ്ട് വേറെ ആരെയും അവിടെ കണ്ടില്ല. അമ്പലം അടച്ചിട്ടിരുന്നു. പണ്ടുകാലത്ത് മഴുകൊണ്ട് ചെത്തിയെടുക്കുന്ന ചെങ്കല്ലുകൊണ്ടാണ് ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും മരങ്ങൾ കൊണ്ടുള്ള മേൽക്കൂരയുമാണ് കാണാൻ പറ്റിയത്. പുറത്തൊരു അമ്പലക്കുളവുമുണ്ട്. അതിൻ്റെ സംരക്ഷണ ഭിത്തികൾ കുറേയേറെ ഇടിഞ്ഞുപോയിരിക്കുന്നു. അതിൽ ആമ്പൽ പൂത്തു നിൽക്കുന്നതും എല്ലാം കൂടി ആവുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് തോന്നിയത്. ഏതോ ഒരു മൃഗത്തിന്റെ തുറന്നിരിക്കുന്ന വാഴയിൽ നിർമ്മിച്ച ഭണ്ഡാരദ്വാരം അടിപൊളിയായിട്ടുണ്ട്. അമ്പലത്തിന്റെ മുൻഭിത്തിയിൽ മനോഹരങ്ങളായ ചുമർ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു. വിളക്കുകൾ വയ്ക്കുന്നതിനായി കരിങ്കൽ വിളക്ക് ഭിത്തിയിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഒരു ഭസ്മക്കൊട്ട മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായ കുറേ കാര്യങ്ങൾ അവിടെ കാണാൻ സാധിച്ചു. ഇതിനിടയിൽ കുളത്തിൽ നിന്നും ആരോ ഒരു ആമ്പൽ പറിച്ചു. അതും കണ്ട് നേരെ മുന്നോട്ടു നോക്കിയപ്പോൾ കണ്ടത് പച്ചപ്പരവനാതി വിരിച്ച പോലെ നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടമാണ്. അതും ഇന്നിനന്യമാണ്. ഇപ്പോ അപൂർവനിടങ്ങളിലെ ഇങ്ങനെ നെൽകൃഷിയൊക്കെയുള്ളൂ. പണ്ടുകാലത്ത് മലയോരങ്ങളിലും പൊനം വാളൽ എന്ന പേരിൽ നെൽകൃഷി നടത്തിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എല്ലാം ഉണ്ടായിരുന്നു എന്ന കഥകൾ പോലെ ഇന്നത്തെ കുട്ടികളോട് പറയേണ്ടിവരുന്നു. എന്നും ഓണവും വിഷുവുമൊക്കെയുള്ള മലയാളിക്ക് ഇതൊക്കെ കാണാനും കേൾക്കാനുമുള്ള സമയവുമില്ല. പിന്നീട് നേരെ പോയത് ഒരു നാഗത്തറയിലേക്കാണ്. ഇവിടെ നാഗങ്ങളെ ആരാധിക്കുന്നു. ഇതൊക്കെയും കാണിച്ചു തരുന്നത് മനുഷ്യൻ പ്രകൃതിയുമായി എത്ര ആത്മബന്ധം സൂക്ഷിച്ചിരുന്നു എന്നതാണ്. നാഗത്തറയുടെ ഗേറ്റിൽ ഒരു കുഞ്ഞു സർപ്പത്തിന്റെ രൂപം വെൽഡ് ചെയ്തു വച്ചിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുണ്ട്. ആ കലാകാരന് ഒരു സല്യൂട്ട്. പിന്നീട് ഒരു ആൽത്തറ കണ്ടു. നമ്മുടെ പൂർവികർ എന്നോ ആൽമരത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അതിനെ സംരക്ഷിച്ചു ആരാധിച്ചു പോന്നിരുന്നു. ഇതൊക്കെയും കാണിച്ചു തരുന്നത് മനുഷ്യർ പ്രകൃതിയെ എങ്ങനെ കണ്ടിരുന്നു എന്നതും എങ്ങനെയാണ് കാണേണ്ടത് എന്നുമാണ്. ശാസ്താക്ഷേത്രത്തിന്റെ തൊട്ടുപുറകിലായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് പിന്നീട് പോയത്. മഹാവിഷ്ണു മോഹിനി രൂപം ധരിച്ചപ്പോൾ മോഹിനിയിൽ ശിവന് ജനിച്ച പുത്രനാണ് ശാസ്താവെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇവിടെയും ഉച്ചസമയമായതുകൊണ്ട് ആരുമില്ല. അപ്പോൾ എല്ലാവർക്കും സെൽഫി എടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാനും എടുത്തു. ഇരിക്കട്ടെ അല്ലേ. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മന്ദാരം പൂത്തു നിൽക്കുന്നത് കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് മന്ദാരം കാണുന്നത്. അങ്ങനെ തിരിച്ചു വീട്ടിലേക്ക്. ഇവിടത്തെ ഭൂപ്രകൃതി വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. കിണറുകൾക്ക് വലിയ ആഴമില്ല. വെള്ളം ഇഷ്ടം പോലെ. മണ്ണിന് വലിയ ഉറപ്പില്ല. കിണർ ഇടിഞ്ഞു പോകാതിരിക്കാൻ റിങ് ഇറക്കി ഉറപ്പിച്ചിരിക്കുന്നു. അതുപോലെ ബോർവെല്ലിനു പകരം ചെറിയ പൈപ്പ് പ്രത്യേക രീതിയിൽ ഇറക്കി അതിൽ മോട്ടോർ പിടിപ്പിച്ചും വെള്ളമെടുക്കുന്നു. സമയം പോയതറിഞ്ഞില്ല. വീട്ടിൽ തിരിച്ചു വന്നു. മുകളിലെ നിലയും റൂമുമൊക്കെ ഒന്ന് ചുറ്റിക്കഴങ്ങി കണ്ടു. അപ്പോഴേക്കും ചോറിനുള്ള വിളി വന്നു. ഇനി അടുത്ത യുദ്ധം ഡൈനിങ് ടേബിളിൽ. ഡൈനിങ് ടേബിളിൽ എല്ലാം റെഡി. നെയ്ച്ചോറും കോഴിയും. പിന്നെ ഒരു രഹസ്യം. നെയ്ച്ചോറിന്റെ കൂടെ പപ്പടം തന്നു. ആദ്യമായിട്ടാണ് ഈ കോംബോ. കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ആകെ സങ്കടം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. എന്നാലും മോശമാക്കിയില്ല. അങ്ങനെ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ പായസമുണ്ട് പറഞ്ഞു. അതുമകത്താക്കി. ഇനിയൊന്ന് കിടന്നാൽ മതി എന്നായി. നല്ല ഉറക്കവും വരുന്നുണ്ട്. അങ്ങനെ വീട്ടുകാരും ഭക്ഷണം കഴിക്കുന്നതുവരെ ഞങ്ങൾ വീണ്ടും ഫോണിലും സംസാരിച്ചുമിരുന്നു. പിന്നീട് എല്ലാവരോടുമായി യാത്ര പറഞ്ഞ് ഇറങ്ങി. ചെക്കനെയും പെണ്ണിനെയും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വരും വിചാരിക്കുന്നു. വന്നാൽ ആ വീഡിയോയുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.